ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് ആദരവോടുകൂടി സ്നേഹവന്ദനം. ഇന്ന് നവംബർ മാസം 29 334 ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. മറിയാമിൻ്റെ യാത്രയുടെ ഓർമ്മ പുതുക്കുന്ന ദിവസവുമാണ്. തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിൻ്റെ അരികിലേക്കുള്ള മറിയത്തിൻ്റെ യാത്ര. നസ്രയത്തിലെ എളിമയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച വിനീതിയായ ഒരു കന്യക എന്ന് മാത്രമേ മറിയത്തെക്കുറിച്ച് പറയാവൂ. ദാവീദ് വംശജനായ ജോസഫ് എന്ന പുരുഷനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു. യഹൂദരുടെ സാമൂഹിക പശ്ചാത്തലത്തിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ സ്ത്രീ പുരുഷന്മാരെ ഭർത്താക്കന്മാരായി പരിഗണിച്ചിരുന്നു. എന്നാലും വിവാഹത്തിന് മുമ്പ് ദാമ്പത്യ ജീവിതം അനുവദിച്ചിരുന്നുമില്ല. ഈ പശ്ചാത്തലത്തിലാണ് മറിയാമിന് ഗബ്രിയേൽ മാലാഖയുടെ ദർശനമുണ്ടാകുന്നത്. ലോകരക്ഷകനായ മെശിഹ അവളിൽ നിന്ന് ഉരുവാകുമെന്ന മംഗള വാർത്ത അങ്ങനെ അവൾക്ക് ലഭിക്കുകയാണ്. ഓർക്കാനുള്ളത്, ഏറിയ കാലമായി വൈദേശിക ഭരണത്തിൻ്റെ ദുസ്ഥിതിയിൽ വല്ലാതെ വീർപ്പുമുട്ടിക്കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനത വിമോചകനായ മശിഹായുടെ ആഗമനത്തിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. ആ വീണ്ടെടുപ്പുകാരൻ്റെ ജനനത്തിന് എന്തുകൊണ്ട് മറിയാം തിരഞ്ഞെടുക്കപ്പെട്ടു? ആരെങ്കിലും ഒരാൾ അതിന് വേണമല്ലോ, അതുകൊണ്ട് മറിയാമിനെ തിരഞ്ഞെടുത്തു എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. അതല്ല, തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം സ്വഭാവത്തിലും വ്യക്തിത്വത്തിലും മറിയാമിന് ഔന്നത്യമുണ്ടായിരുന്നു എന്നാണ് സത്യത്തിൽ മനസ്സിലാക്കേണ്ടത്. സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ എന്ന് മാലാഖ പ്രകീർത്തിക്കത്തക്കവണ്ണം സ്വഭാവ വൈശിഷ്ട്യം മറിയാമിനുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കൃപാകടാക്ഷം ലഭിക്കത്തക്കവണ്ണം ശ്രേഷ്ഠമായ വ്യക്തിത്വവും ജീവിതവുമായിരുന്നു മറിയമിൻ്റെ. ദൈവം തെരഞ്ഞെടുത്തതുകൊണ്ട് ഔന്നത്യം കൈവന്നു എന്ന് പറയുന്നതിലും ശരി, തെരഞ്ഞെടുക്കുവാൻ തക്ക വിധത്തിലുള്ള വിശുദ്ധിയും വ്യക്തിത്വ മാഹാത്മ്യവും മറിയാമിനുണ്ടായിരുന്നു എന്ന് പറയുന്നതല്ലേ കുറച്ചും കൂടി യുക്തിഭദ്രമായ കാര്യം. കർത്താവ് നിന്നോട് കൂടെ എന്ന് മാലാഖയുടെ സാക്ഷ്യം അവൾക്കുണ്ടായത് ദൈവ സാന്നിധ്യത്തിലും ദൈവ സംസർഗത്തിലും ജീവിച്ചതുകൊണ്ടാണ്. നമ്മളതിനെ കുറച്ചുകൂടി ധ്യാനത്തിന് വിധേയപ്പെടുത്തിയേ മതിയാവും. വിശുദ്ധിയുടെയും വിനയത്തിൻ്റെയും മൂർത്തിഭാവമായിരുന്നു മറിയം. അതുകൊണ്ട് മറിയം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട്, അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ നോക്കിക്കണ്ടിരിക്കുന്നു. വിശുദ്ധനായ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ നിന്ന് നമുക്ക് ഈ മനോഹര ചിത്രങ്ങളെല്ലാം കിട്ടുന്നില്ലേ? വിശുദ്ധിയുടെ നിറവിലാണ് വിനയത്തിൻ്റെ പരിപൂർണത. അപ്പം ഈ നിസ്തുലമായ ഈ ദൗത്യത്തിന് എന്തുകൊണ്ട് മറിയം തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ കൂടുതൽ വിശദീകരണം മാലാഖയുടെ മംഗളവാർത്തയ്ക്ക് മറിയം നൽകുന്ന പ്രതികരണങ്ങളിൽ തെളിഞ്ഞു വരുന്നുണ്ട്. വിവാഹം നടക്കുന്നതിന് മുമ്പ് അവിഹിതമായി ഗർഭം ധരിക്കുന്ന സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നായിരുന്നു മോശയുടെ കർക്കശ നിയമം. അത്തരം നിയമം നിലനിൽക്കവേ മാലാഖയുടെ സന്ദേശത്തിന് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പ്രത്യുത്തരം നൽകാൻ സാധിച്ചത് മറിയാമിൻ്റെ വിശ്വാസത്തിൻ്റെ കരുത്തും ആത്മത്യാഗ സന്നദ്ധതയും നിമിത്തമാണ്. ആ മറിയാമാണ് എലിസബത്തിൻ്റെ അരികിലേക്ക് യാത്ര പോകുന്നതിനെ ഇന്നേ ദിവസം സഭ അനുസ്മരിക്കുന്നത്. ആ യാത്രയ്ക്കൊപ്പമാകാനായിട്ട് മറിയത്തിൻ്റെ ഒപ്പം നമ്മൾ എത്തിയേ മതിയാവും. നമുക്ക് ഈ ദിനങ്ങളിൽ കടന്നു വരുന്ന പുലരികളിൽ മറിയത്തോടൊപ്പം എലിസബത്തിനെ ഒന്ന് സന്ദർശിക്കാം.
പ്രാർത്ഥനയോടുകൂടി ആമേൻ.